മുസ്ലിങ്ങളും ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ ഓരോരുത്തരും അവകാശവാദം പറഞ്ഞതുകൊണ്ട് ചെറുതൊന്നുമല്ല, വലുതാണ്. ഭയങ്കരം കുഴിയാണ് താഴെ, അങ്ങോട്ട് ഒന്നും എത്തി നോക്കാൻ പറ്റില്ല. ഒരു 6-7 രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് പിടിക്കുകയും പിന്നെ പിടിച്ചടക്കുകയും പിന്നെ തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തൊരു കോട്ടയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിണ്ടുഗൽ കോട്ട. ഞാൻ രാവിലെ 6 മണിക്ക് ഇവിടെ എത്തി. രാവിലെ 3 മണിക്ക് തിരിച്ചൊരു 3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. അവിടെ നിർത്തിയാണ് വന്നത്. അപ്പോൾ ഇവിടെ 9 മണിക്കാണ് കോട്ട തുറക്കണത്. അപ്പോൾ തുറന്ന് 20 രൂപ ടിക്കറ്റ് എടുത്ത് നേരെ അകത്ത് കയറി. എന്നിട്ട് പറ കൂടെ മുകളിലോട്ട് പോവുകയാണ്. പണ്ട് ഒരുപാട് രാജാക്കന്മാരുടെ കീഴിൽ ഇരുന്നൊരു കോട്ടയാണ് ഡിണ്ടുഗൽ കോട്ട. അപ്പോൾ ഇതാണ് കോട്ടയുടെ മുഖം. ഗേറ്റ് കിടന്നകത്ത് കയറി. അടുത്ത ഗേറ്റ് അങ്ങ് തുറന്നിട്ടൊക്കെയാണ്. एम्बुलेंस ना அங்கே பக்கத்தில் ஒரு டெம்பிள் இருக்குல்ல, ஆமாம், எல்லோ கலர், ஆமாம், அங்கே வச்சாச்சு. இதெல்லாம் என்னது? ஜெயில் தான். ஜெயிலா? പണ്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ജയിലുണ്ടോ? 1000 പേരെ അകത്ത് താമസിപ്പിക്കാം. അവിടെയും ഉണ്ട് കേട്ടോ ജയിൽ. ആ സൈഡും ജയിലുണ്ട്. അതെല്ലാം മണ്ണിൻ്റെ അടിയിലാണ്. ഇതാണ് സ്ഥലം. ഒരു ഡാം. ഇവിടെ പിന്നെ ഇവിടെ മഴ പെയ്യാതെ വെള്ളമില്ല. ഇവിടെ നിർത്താൻ വേണ്ടി ഡാം കെട്ടിയതാണ്. പക്ഷേ അത് വെള്ളത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കും, തള്ളിപ്പോയി. അടുത്ത അവിടെയും ഒരു ഡാമുണ്ട്. അതിൽ വെള്ളം കാണില്ല. ഇപ്പം മലയുടെ മണ്ടയിൽ ഒരു ആല് പിടിച്ചിരിക്കുന്നു. താഴെയും പഴയ കാലത്തൊരു ബിൽഡിങ് കാണുന്നുണ്ട്. അവിടെ കോട്ടയോട് ചേർന്നെല്ലാം ആൾ താമസമുള്ള സ്ഥലങ്ങളാണ്. ആൾ ഇപ്പോൾ താമസമല്ല, മുമ്പ് ആൾ താമസിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സൈനിക കേന്ദ്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ അതിൻ്റെ താഴെ ഒരു ഡാം പോലെ ഉണ്ട്. അത് പോവാം, അങ്ങ് പോവാം. ആ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ഉണ്ടോ? ഇവിടുത്തെ വെള്ളം ഒന്ന് കോട്ടയ്ക്കകത്ത് ആൾ കിടക്കുമ്പോൾ വെള്ളം കിട്ടാതെ വന്നാൽ ഏതെങ്കിലും രീതിയിൽ വെള്ളം റെഡിയാക്കാൻ വേണ്ടി സ്ഥലമുണ്ട്. കേട്ടോ, പേരെന്നെ പേര്
ക്ഷേത്രം. ചെറുതൊന്നുമല്ല, വലുതാണ്. ഈ കല്ലെല്ലാം താഴേന് അവിടെ കൊണ്ടുവന്നതാണ്. ഉണ്ടാ അതിലേ കയറി ഇവിടെ വന്ന് ഇവിടെയും ഒരു പ്രതിഷ്ഠ ഉണ്ട്. അപ്പോഴും ഭാഗം കയറാൻ പറ്റില്ല, പൂട്ടിയിട്ടേക്കണം. ഇവിടെ മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ അങ്ങനെ ഓരോരുത്തരും അവകാശവാദം പറഞ്ഞതുകൊണ്ട് ഒന്നും ഇവിടെ വയ്ക്കണ്ടെന്ന് സർക്കാർ തീരുമാനമെടുത്ത് അങ്ങനെ എല്ലാം ഇവിടെ മാറ്റി. പക്ഷേ ഇവിടെ കാണാൻ ക്ഷേത്രം മാത്രം കാണുന്നത്, വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. ക്ഷേത്രം നിസ്സാര ക്ഷേത്രമല്ല, വലിയ ക്ഷേത്രം. അതൊക്കെ വന്ന് ഉപദേവതകളായിരിക്കും. ഇവിടെയും പ്രതിഷ്ഠയൊന്നുമില്ല. അങ്ങനെ ഈ മൊത്തം വിഷയങ്ങളായതുകൊണ്ട് സർക്കാർ എന്നെ എടുത്ത് മാറ്റി എന്നാണ് പറഞ്ഞത്. കല്ലൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. ഉണ്ട്, എല്ലാം നല്ല കൊത്തുപണിയും നല്ല രുചിയുണ്ട്. ഇവിടെ മുകളിൽ അപ്പോൾ അടുത്ത് ഇവിടെ നമുക്ക് അപ്പുറത്തുണ്ട്. അതാണ് മെയിൻ ക്ഷേത്രം. അത് വേറെ. അപ്പോൾ 3 പ്രതിഷ്ഠ മെയിനായിട്ടുണ്ടായിരുന്നു. 3 ഗോപുരങ്ങളുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 3 പ്രതിഷ്ഠ ഉണ്ടെന്ന്. ഇതിൻ്റെ താഴോട്ട് നോക്കിയാൽ ഭയങ്കരം കുഴിയാണ് താഴെ. അങ്ങോട്ട് ഒന്നും എത്തി നോക്കാൻ പറ്റില്ല. ആ കണ്ണൊക്കെ ഡിണ്ടികൾ സിറ്റി ആ പോണാണ് ഹൈവേ. അവിടെ ഒരു മലയിൽ ഒരു കോവിലുണ്ട്. പഴയതായിരിക്കാം, അറിഞ്ഞൂടാ. പിന്നെ 4 സൈഡൊന്നും പോവാം. ഇതെല്ലാം ജയിലാണ്. ഇങ്ങനെ ഇറങ്ങിപ്പോവാ. ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എയർ കിട്ടാൻ വേണ്ടിയുള്ള സംഭവമാണോ? അതിൽ താഴെ പോയാൽ ഇതിൻ്റെ താഴെയും ഇതുണ്ട് കോട്ടകൾ.
കയറാനുള്ള സ്ഥലമുണ്ട്. നല്ല ഇരുട്ട്. എന്താ പണ്ട് ആദ്യകാലത്ത് കോട്ട ഇതിലായിരുന്നു. പക്ഷെ അടുത്ത ഭരണാധികാരി പിടിച്ചിറക്കിയപ്പോൾ അവർ വേറെ അവരെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി. അതാണ് ഈ അടയാളം. അതായത് കരിങ്കല്ല് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ വെട്ടി കിടക്കുന്നത്. ഇതാണ് കണ്ട ജയിലിനുള്ളിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുടുകല്ല് കുത്തനെ 1 2 3 4 5 6 ചുടുകല്ലിൻ്റെ പൊക്കത്തിലാണ് ഇതിൻ്റെ വണ്ണം. കാരണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ജയിൽ പുള്ളി ഇതിനകത്ത് കിടന്നാലും പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ ചാടില്ല. ഇത് കണ്ട, ഇതിനകത്ത് പട്ടാളക്കാർ അല്ലെങ്കിൽ ഭടന്മാർ നിന്ന് ഇതിനകത്ത് കയറി നിന്നിട്ട് ഈ ഹോളുണ്ടല്ലോ, ഇവിടെ ഒരു ഹോളുണ്ട്, അവിടെ ഒരു ഹോളുണ്ട്, ഇതിലൊന്നുണ്ട്. ഇതിനകത്തൂടെ ആരെങ്കിലും ശത്രുക്കൾ ആരെങ്കിലും വരണം നോക്കണം, നോക്കിയിട്ട് ഫയർ ചെയ്യാം. ഇതാണ് കോട്ട. ഇപ്പോൾ കോട്ട എല്ലാവരും കണ്ടല്ലോ. ഇതൊക്കെയാണ് ജയിൽ. ഈ തറയിൽ കിടക്കുക ജയിൽ പുള്ളികളൊക്കെ. അത് ഒരു സൈന്യത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിടിച്ചു കഴിഞ്ഞാൽ അവരിവിടെ കിടക്കണം. താഴോട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ, അടുത്ത് പോകാൻ സമയമായി.